ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ഇന്ന് ഒരു ചെറിയൊരു പർച്ചേസ് വ്ളോഗാണ്. അന്നത്തെ പോലത്തെ പർച്ചേസ് അല്ല, ഇന്ന് ശരിക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എടുക്കുന്നില്ലായിരിക്കും, പക്ഷെ അമ്മയ്ക്കും അച്ഛനും നമുക്കൊരു ഓണക്കോടി എടുത്തു കൊടുക്കാം. അപ്പോൾ അതാണ് വീഡിയോ. ഇവിടെ ഞാൻ നോർമലി ഇവിടെ വരുമ്പോൾ എടുക്കുന്ന ഒരു കടയുണ്ട് തിരുവല്ല. അവിടെ പോയിട്ടാണ് സെലക്ട് ചെയ്യാന്ന് വെച്ചു. അവിടെ കുറച്ച് വൈബ് സാധനങ്ങൾ കിട്ടും. അത് ലേഡീസ് ഇല്ല, ജെൻസിൻ്റെ കടയാണ്. അപ്പം അച്ഛൻ അവിടെ നിന്ന് എടുത്തിട്ട് അമ്മയ്ക്ക് വേറെ എവിടെയെങ്കിലും വരുന്ന വഴി എടുക്കാം. ഇത് തിരുവല്ല, ചങ്ങനാശ്ശേരി തിരുവല്ല അവിടാണ്. അപ്പം പോകുന്നതായിരിക്കും. നമുക്ക് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. നമ്മൾ കടയിലെത്തി. നമ്മളെടുത്തിരിക്കുന്നു ഗൈസ്. ചേട്ടനും അച്ഛനും ഒരെണ്ണം മേടിച്ചു കൊടുത്തു. ഇതാണ് കട. നമ്മള് സൗണ്ട് പ്രശ്നം കാണും. അമ്മയ്ക്കും അച്ഛനും ചേട്ടനും മേടിച്ചു. ഇനി അമ്മയ്ക്കൂടെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വ്ളോഗിൽ പറയാം. നമ്മൾ അധികം ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടില്ല വീഡിയോസ് ഒന്നും. ഞാൻ ഇവർക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്തോ അങ്ങനെയൊന്നും എടുത്തില്ല. സോറി ഫോർ ദാറ്റ്. ചമ്മൽ മാറാൻ പാടായതുകൊണ്ടാണ്. ഇങ്ങനെ ക്യാമറ പിടിച്ചുകൊണ്ട് ഈ വഴി നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അങ്ങനെ എടുക്കാഞ്ഞത്. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തായിരിക്കും. ഈ കണ്ടന്റ് മാത്രമല്ല, കുറച്ച് കണ്ടന്റുകൾ മിക്സ് ചെയ്താണെങ്കിൽ അല്ലെങ്കിൽ ബോർ അടിക്കുന്നു. ഈ ഷർട്ടും ഇതൊക്കെ സെലക്ട് ചെയ്യുന്നത് അറിയാമല്ലോ എങ്ങനെയാണ്. അപ്പം പിന്നെ അധികം ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം വേറെ കുറച്ച് സാധനങ്ങളോട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത്. ഓക്കെ, ഇതാണ് മേടിച്ചത്. ഇത് മമ്മി, ഇത് രണ്ടും. ഇത് സീക്കുട്ടൻ ചേട്ടന് മേടിച്ചതാണ്. ഇതാണ് അച്ഛൻ്റെ ചൈനീസ് കോളർ വെച്ചിട്ടുള്ള ഷർട്ടാണ്. ഓക്കെ, പർച്ചേസ് ഡണ്ണാണ്. ഇനി നമ്മൾ ഇതിട്ടുകൊണ്ട് പോകാൻ പോകുന്ന സ്ഥലം കണ്ണൂരായിരിക്കും. ഓണത്തിനാണ് മേടിച്ചു കൊടുത്തത്, പക്ഷേ ഇത് ഈ ഡ്രസ്സ് അവൻ കണ്ണൂർ ഇടുക എന്നാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, നമ്മൾ ഇപ്പം വ്ളോഗ് എടുത്തിട്ട് 2 ദിവസമായി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ പാർട്ടൂടെ കയറ്റാമെന്ന് ഞാൻ വിചാരിച്ചു. ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ചേട്ടൻ വരുന്ന ദിവസമാണ്. എയർപോർട്ടിൽ പോയി നമ്മളെ പിക്ക് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ കണ്ടന്റ്. ഹേ ഗൈസ്, നമ്മളങ്ങനെ ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ജേണി സ്റ്റാർട്ടായിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ പപ്പിനിയമ്മ എന്ന് പറയും. നമ്മളെ കൊച്ചിലെ ആശാമ്പള്ളിക്കൂടം അങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. അവിടെ പഠിപ്പിച്ചല്ല, ഫുഡ് തന്നോണ്ടിരുന്ന ആളാണ്. നോക്കിക്കൊണ്ടിരുന്ന പിടിക്കാം, അവിടെ പോയി പിടിക്കാം. അടാ എല്ലാം ചെയ്ത് വെച്ചാൽ ഞങ്ങൾക്ക് എളുപ്പം. അത് വരും, ആരെങ്കിലും വരും. നല്ലൊരു കട ഗൈസ്. ഏത് സ്ഥലം വെച്ചത്? നല്ല വൈബുള്ള ഹട്ടൊക്കെ ഉള്ള. നമ്മൾ പോകുന്ന വഴി പുറത്ത് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇത് ചട്നി മാമി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ആണ്. അത്യാവശ്യം ഫേമസ് റെസ്റ്റോറൻ്റ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചേട്ടൻ അവിടുന്ന് റെക്കമെൻഡ് ചെയ്തതാണ്. ഇവിടെ കയറി കഴിക്കുന്ന, ഇവിടെ കയറിയാൽ മതി എന്നുള്ളത്. ഇവിടെ കയറി കഴിക്കുന്നെങ്കിൽ ഇവിടെ കയറിയാൽ മതി എന്താണ് പറയും. ഓ അമ്പാ, അത്യാവശ്യം ഒരു പ്രീമിയം ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റ് ആണ് ഗൈസ്. കപ്പിൾസ് ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾ ലേറ്റായിട്ട് വരരുതില്ലേ. ടൈം
കുറച്ച് ടൈം എടുത്തിട്ടേ വരാവുള്ളൂ. അതായത് കുറച്ച് ടൈം വേണം. നല്ല ആളുണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്യും ഇവിടെ. നമ്മളെ വിളിച്ചു ഗൈസ്. 3 പേരുള്ളതുകൊണ്ട് ടൈമുണ്ട്. അല്ല ടൈമല്ല, സീറ്റ് ഉണ്ടെന്ന്. ടേസ്റ്റ് ചെയ്യാ, ടേസ്റ്റ് ചെയ്യെടുത്തു. അച്ഛനാണ് ഹെവി കോംബോ പറഞ്ഞേക്കുന്നത് ഗൈസ്. ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു, വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഞാനത് അറിഞ്ഞില്ല, എന്നാലും ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ്, മുളക് കണ്ടോ, നല്ല ടേസ്റ്റാ. കൊള്ളാം ഗൈസ്. നൈസ് കടയാണ്, മസ്റ്റ് ട്രൈ ആണ്, എല്ലാം കൊള്ളാം. നല്ല ക്വാളിറ്റി ഫുഡ്. നമുക്ക് ജേണി കണ്ടിന്യൂ ചെയ്യാം ഗൈസ്. നമ്മൾ എയർപോർട്ടിൻ്റെ വാതിക്കയിൽ എത്തി നിൽക്കുകയാണ്. ടൈമുണ്ട്. അച്ഛനവിടെ ഇങ്ങനെ കാഴ്ച കണ്ട് നിൽക്കുകയാണ്. 10:30-ക്കാണ് ലാൻഡിങ്. ഇപ്പോൾ 10 മണിയായതേ ഉള്ളൂ. ഇനിയും ഇപ്പം ചെല്ലും, ഇപ്പം കയറും. വരുന്നതൂടെ കാണിച്ചിട്ട് നമുക്ക് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. ഇന്ത്യൻ ഫോർച്യൂണർ അതുകൊണ്ട് 27 തിരുവല്ല വണ്ടി. നമ്മുടെ സ്ട്രൈറ്റ് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് പറക്കണ കണ്ടോ ഗൈസ്? അത് എക്സിറ്റ്. ഇതാ എൻട്രൻസ്. ടെർമിനൽ 2-ലോട്ടുള്ള എൻട്രൻസ് ആണ്. ഇന്ത്യൻ ഫ്ലാഗ് പറക്കുന്നതിന്റെ പറക്കൽ കണ്ടാ മോനെ. നൈസ്. എത്താറായി. 10 minutes മോർ. റൈറ്റ്. അപ്പുറത്തുനിന്ന് റൈറ്റ് എടുത്താ എന്തായാലും നമ്മൾ പാർക്കിങ്ങിൽ പോകണം. കാരണം ഈ റൈറ്റ് എടുത്തോ, കാരണം ടൈം ആയിട്ടില്ലല്ലോ, 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ പോകുന്നത് നല്ലത്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് അവിടോട്ട് ജസ്റ്റ് നടന്നാൽ മതി. ശ്രീരാജ് ബി ഇറങ്ങി കാണാൻ ചാൻസ് ഉണ്ട് അല്ലേ? 10:15 ഉള്ളു, ഇറങ്ങി കാണുമോ? കോൾ ചെയ്തിട്ട് പോവാന്നോ? കോൾ ചെയ്തിട്ട് എന്താണ് ഗൈസ്? ആരോ ട്രിവാൻഡ്രം എയർപോർട്ട് അറിയാത്ത ആളുകൾ കണ്ടിട്ടില്ലെങ്കിൽ എവിടെ അപ്പുറത്ത് ടാക്സിയാ, ഇപ്പുറത്ത് അപ്പം ഇടണം. അതുകൊണ്ട് ഇവിടെ എവിടെ കിട്ടും റൈറ്റ്. എന്നാണ്ടാ, പക്ഷെ അവിടെ കയറില്ല. അതിന്റെ അപ്പുറത്ത് ഇട്ടുന്നോണ്ടാ ബെലനോട് അപ്പുറത്തിട്ടു. നമ്മൾ ആദ്യം എടുക്കാൻ പോയ വണ്ടി ഇതാണ് ഗൈസ്. ഈ ഇന്നോവ പെട്രോള്, ഹൈബ്രിഡ് അല്ല, പെട്രോൾ. പിന്നെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ മാറ്റിയതാണ് വണ്ടി. രണ്ടാമത് ഇത് നല്ല വണ്ടിയായിരുന്നു, പക്ഷെ ഇത് പെട്രോളാകുമ്പോൾ മൈലേജ് ഭയങ്കര കുറവ്, അങ്ങനെ മാറ്റിയതാണ്. ഇത് ഡീസലാണ്. ഹേ ഗൈസ്, വന്നു ഗൈസ്. ഇതല്ല, അതല്ല, ഇല്ലാത്തത്. ഇനി നമ്മൾ ബാക്ക് ടു ഹോം ആണ്. കഴിച്ച് ഞങ്ങൾ അവിടെ കയറി കഴിച്ച് സൂപ്പറാ. ഞാൻ ഈ ഷർട്ട്, ഞാൻ ഡയറ്റിലല്ലേ. അമ്മയൊക്കെ ഡയറ്റിലാണോ? എല്ലാരും ഡയറ്റില അല്ലേ? നമ്മള് എവിടെ? ഇവിടെ അല്ല, അതുകൊണ്ട് അവിടെ. വീട്ടിൽ ഫുഡ് വെക്കുന്നില്ലേ? നമ്മളെല്ലാം ഉണ്ടാക്കാറ്. ഞാനൊരു ബ്ലോഗറായി പോയതുകൊണ്ട് എനിക്ക് എല്ലാം അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എല്ലാം ഞാൻ കാണിച്ചു തരുന്നോണ്ടാണ് ഈ പ്രശ്നങ്ങൾ. എന്നാലും ഞാൻ എല്ലാം കാണിച്ചു തരുന്നുണ്ട്. കൊള്ളാലോ, ഷൂ കൊള്ളാലോ. നാട്ടിലെ തട്ടുകട എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ ഇന്നലത്തെ വ്ളോഗ് ഞാൻ എൻഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പം എയർപോർട്ടിൽ നിന്ന് വിളിച്ചിട്ട് വരുന്നതായിരുന്നു ലാസ്റ്റിലെ ക്ലിപ്പ്. ആൻഡ് ഇന്ന് നമ്മൾ കണ്ണൂർ സ്റ്റാർട്ട് ചെയ്യുവാണ് ജേണി. അപ്പോൾ അത് നെക്സ്റ്റ് വ്ളോഗ് ആയിരിക്കും. ഓക്കെ, ബൈ ഫോർ നൗ. ഇനി കുറേ വിഷ്വൽസ് കാണിച്ചു തരാം. ബൈ.